PSC PYQ സ്റ്റഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താണ് നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഹാൾ ടിക്കറ്റ് ഒക്കെ വന്നു ഫസ്റ്റ് ഫേസിൻ്റെ. അപ്പോൾ എല്ലാവരും എന്താണ് അവസാന ഘട്ടത്തിലായിരിക്കും പഠിത്തത്തിൻ്റെയൊക്കെ അല്ലേ. അപ്പോൾ റിവിഷൻ ചെയ്യാനായിട്ടും പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയാണ് എക്സാമിന് ചോദിക്കേണ്ടത്, എവിടുന്നാണ് എന്താണ് നമ്മൾ പഠിക്കേണ്ടതെന്ന് അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷൻ്റെ സമയത്തായിരിക്കും നമ്മളിപ്പോൾ. എല്ലാവരും അങ്ങനെ തന്നെയാണ്, എല്ലാവരും ആ അവസ്ഥയിലൂടെ തന്നെയായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ട് എങ്ങനെ നമുക്ക് പരീക്ഷ എഴുതാം, പിന്നെ അതേപോലെ നമുക്ക് എങ്ങനെ കൂടുതൽ നമ്മൾ എന്താണ് ഇപ്പോൾ നോക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യരുതാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അത് കാണാത്തവർ, ഇതുപോലത്തെ തന്നെ വീഡിയോ ആണ്, അത് കാണാത്തവർ ആ വീഡിയോ പോയി കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഇപ്പോൾ എക്സാമൊക്കെ അടുത്തു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം എന്താണ് പുതിയതായിട്ടൊന്നും പഠിക്കാതെ നമ്മൾ ഹാൻഡ് നോട്ടുകൾ മാത്രം നമ്മൾ നോക്കുക. അതായത് നമ്മൾ പെട്ടെന്ന് നോക്കാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹാൻഡ് നോട്ടുകൾ മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ. നമ്മൾ പുതിയതായിട്ടൊന്നും നോക്കാതിരിക്കുക. പുതിയതായിട്ട് നോക്കുമ്പോഴായിരിക്കും നമുക്ക് ടെൻഷൻ ഒത്തിരി ആകുന്നത്. അയ്യോ, ഈ പോർഷൻ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, ഈ സെക്ഷൻ ഞാൻ പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെയുള്ളൊരു ഇത് നമുക്കുണ്ടാകുന്നത് എന്താണ്, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോഴാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എഴുതി വെച്ച ആ നോട്ടുകൾ, അതായത് ചെറിയ പോർഷനായിട്ട് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് നോട്ട്സ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാക്കി വെച്ച് പിന്നെ എന്താണ് നമ്മൾ അടിയിൽ വരയിട്ടൊക്കെ വെച്ച് അണ്ടർലൈൻ ചെയ്ത് വെച്ച അതൊക്കെ നമ്മളൊന്ന് നോക്കുക. അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വേറെ ഒന്നും നമ്മൾ നോക്കരുത്, അത് മാത്രം നമ്മൾ നോക്കുക. പിന്നെ എന്ന് വെച്ചാൽ നമ്മളത് വേറെ ഒന്നും നോക്കരുതെന്നല്ല, ആവശ്യമുള്ളവർക്ക് നോക്കാം. പക്ഷേ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും നമുക്കറിയാമല്ലോ, പഴയ കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ആവർത്തിച്ചുറപ്പിക്കുകയായിരിക്കും നല്ലത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ടെൻഷനുള്ളവർ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് 5 മിനിറ്റ് എന്ന് വെച്ചാൽ, മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ അങ്ങനെ കാര്യമായിട്ടൊക്കെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളൊരു 5 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട്, മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു 5-10 മിനിറ്റ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരുന്നിട്ട്, ഞാൻ നേരത്തെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, അത് കേൾക്കാത്തവരുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് കൂടെ പറയുന്നത്. 10 മിനിറ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളൊന്ന് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ പഠിച്ച എല്ലാ സബ്ജക്റ്റിലെയും ഏതൊക്കെ പോർഷൻസ് നമ്മളൊന്ന് ഒന്ന് മനസ്സിലൊന്ന് റീസെറ്റ് ചെയ്ത് വയ്ക്കുക. അതായത് ഇപ്പോൾ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ എക്കണോമിക്സോ എന്തോ ആയിക്കോട്ടെ, നമ്മളൊരു 5 മിനിറ്റ് നമ്മളിപ്പോൾ തന്നെ നമ്മളൊന്ന് കണ്ണടച്ചിരുന്ന് നോക്കിക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ കണ്ണടച്ചിരുന്ന് നോക്കി നമ്മുടെ മനസ്സിൽ എക്കണോമിക്സ് എന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ ഫിസിക്സിന് പറയുമ്പോഴോ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴോ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ തെളിയുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളിപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്നത്, എന്തായിരിക്കും, നമ്മൾ പഠിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഏറ്റവും നമുക്ക് പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ തെളിയുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് എത്ര ശ്രമിച്ചിട്ടും നമുക്കറിയാം, പക്ഷേ നമ്മുടെ മൈൻഡിലോട്ട് വരാത്തത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, നമ്മളത് ശരിക്കും പഠിച്ചിട്ടില്ല. ഇനി അതിനെ വെച്ച് കൂടുതൽ സമയവും ചിലവഴിക്കരുത്. നമ്മൾ ഈ പഠിച്ച കാര്യങ്ങൾ തന്നെ റിവൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ആ മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ. ആ മെഡിറ്റേഷൻ ചെയ്ത് അങ്ങനെ ഇരിക്കാനായിട്ടല്ല, എന്ത് നമ്മൾ പഠിച്ചു അത് നമ്മളൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കുക. അപ്പോൾ നമുക്ക് കിട്ടും അതെന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്കത് മനസ്സിലായല്ലോ. അപ്പോൾ അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇത് ആവശ്യമുള്ളവർക്ക് സ്വീകരിക്കാം, ആവശ്യമില്ലാത്തവർക്ക് അത് തള്ളിക്കളയാം. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞതാണ്. PYQ നമ്മൾ ഒത്തിരി ചെയ്യാതിരിക്കാം. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, PYQ നമ്മൾ ഈ 100 മാർക്കിൻ്റെത് നമ്മൾ ഒരുപാട് ഈ സമയത്ത് ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ചില ഭാഗങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്ത ഭാഗങ്ങളുണ്ടാകും. അപ്പോൾ നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാകും നമുക്ക്. അയ്യോ, എനിക്ക് ഈ ഭാഗങ്ങൾ അറിയത്തില്ലല്ലോ, ഞാൻ ഈ ഭാഗങ്ങൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇതിൽ ബെർദോളിയിലെ കർഷക, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാലും ചില ഭാഗങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്തതൊക്കെ ഉണ്ടാവുമല്ലോ, ചില ഭാഗങ്ങൾ. അപ്പോൾ നമുക്ക് ചില ഭാഗങ്ങൾ ഇപ്പം മാനവികതാവാദികൾ, അയ്യോ അതൊക്കെ ആരാണ് എന്താണ് എന്നൊക്കെ ചിലർക്ക്, കേട്ടിട്ടില്ലാത്തവർക്ക് ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അവരെന്താ ചെയ്യേണ്ടത്, അവരത് കൂടുതൽ നമ്മൾ അത് നോക്കാതിരിക്കുക. മനസ്സിലായല്ലോ. ഇനി കൂടുതലൊന്നും നോക്കാതിരിക്കുക. നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത് അത് തന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതേ വരത്തുള്ളൂ എന്ന് നമ്മളൊന്ന് സ്വയം ഒന്ന് വിശ്വസിക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഇനി ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല,
ഇതിൽ കൂടുതലൊന്നും ഒരാൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മൾ കുറേ കാലമായില്ലേ ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. കുറേ വർഷങ്ങളായി നമ്മൾ ഇതിൻ്റെ പുറകെ നമ്മുടെ ജീവിതവും നമ്മുടെ സമയവും ഒക്കെ ഒട്ടുമിക്ക പേരും എന്താണ് കുറേ കാലങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ നടക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ വിചാരിക്കുക ഇനി നമുക്കൊന്നും ചെയ്യാനായിട്ട് ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാടൊന്നും പിന്നെ ഇനി പഠിച്ചിട്ട് നമ്മുടെ തലയിൽ കയറാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ വിചാരിക്കുന്നത്, നമുക്ക് ഇത്രേ ഉള്ളൂ പഠിക്കാനായിട്ട്, ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി ഒന്നുമില്ല നമുക്ക് പഠിക്കാൻ, നമുക്ക് ഇനി എക്സാം എഴുതിയാൽ മാത്രം മതി, അങ്ങനെ ഒരു ചിന്ത നമ്മൾ എടുക്കുക. അത് തന്നെ നമുക്കൊരു ആത്മവിശ്വാസം കൂട്ടും. ചില കാര്യങ്ങൾ നമ്മൾ എത്ര പഠിച്ചെന്നാലും എന്ത് നന്നായിട്ട് നമ്മൾ പഠിച്ചോ, നന്നായിട്ട് വർഷങ്ങളായിട്ട് പഠിച്ചു പോകണമെങ്കിലും ചിലത് നമ്മൾ എക്സാം ഹാളിൽ തെറ്റിക്കും. എന്തുകൊണ്ടാണ്? അത് നമുക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടൊന്നുമല്ല, നമ്മുടെ ആ സമയത്തെ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കുക, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് മൈൻഡ് സെറ്റ് തന്നെയാണ് നമ്മുടെ പ്രധാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരുപാട് പഠിച്ചു, ചിലർക്ക് എന്താണ് ഒരുപാട് പഠിക്കാതെ 3-4 മാസം പഠിച്ചവർ ആയിരിക്കും, എന്നാലും നമ്മളിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് പഠിക്കുന്നു, നമുക്ക് കിട്ടുന്നില്ല, അവർക്ക് കിട്ടുന്നു. എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലുമൊക്കെ ഒരു കാരണം ഉണ്ടായിരിക്കത്തില്ലേ. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല, നമുക്കത് കിട്ടും, നമുക്കത് പിന്നെ അയ്യോ നമ്മളത് എന്താണ് നമ്മൾ പഠിച്ചു എന്നിട്ടും നമുക്ക് കിട്ടിയില്ല, അങ്ങനെയൊക്കെ എന്താണ് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ല, ഞാനത് പഠിച്ചോ ഇല്ലയോ അങ്ങനെയൊക്കെ, അതൊന്നും നമ്മൾ മനസ്സിൽ വിചാരിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഉണ്ടായിട്ടും കിട്ടാത്തത് അത് നമ്മുടെ കുറ്റങ്ങളും കൊണ്ടൊന്നുമല്ല. അതെന്താണ്, ചില നമ്മൾ എന്താണ് വെച്ച ജില്ലയുടെ ചിലപ്പോൾ പ്രശ്നങ്ങളായിരിക്കും. വെച്ച ജില്ല ചിലപ്പോൾ നമ്മുടെ ജില്ലയിൽ വേറെ ജില്ലയിൽ വെച്ചെങ്കിൽ അവിടെ ചിലപ്പോൾ കട്ട് ഓഫ് കൂടുതലായിരിക്കും, ഇവിടെ കട്ട് ഓഫ് കുറവായിരിക്കും. അപ്പം നമ്മളെക്കാളും മാർക്ക് കുറഞ്ഞവർ കയറിപ്പോവും. പിന്നെ ചിലപ്പോൾ വേക്കൻസി ഉണ്ടാവത്തില്ല. അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ എന്താണ് നമ്മൾ പറയുന്നത്, നമുക്ക് വിധി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം. അതൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലല്ലോ? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യുക. അതായത് നമ്മൾ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മളിനി കുറേ ടെൻഷൻ അടിച്ചിട്ട് നമുക്ക് ഒരുപാടൊന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളുള്ളത് നല്ലൊരു അടിസ്ഥാനമാക്കി വെക്കുക. നമ്മുടെ കുറ്റം കൊണ്ടല്ല, ആൾക്കാരെന്തും പറഞ്ഞോട്ടെ, എങ്ങനെയും പറഞ്ഞോട്ടെ, നമ്മളതൊന്നും ചെവിക്കൊള്ളേണ്ട കാര്യമില്ല. നമ്മൾ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നീ പഠിക്കുന്നില്ല, നിനക്ക് എന്താ ഒന്നും കിട്ടാത്തത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. ചോദിച്ചോട്ടെ, നമുക്കറിയാമല്ലോ നമ്മുടെ അവസ്ഥ. ഏതെങ്കിലും ഒരു സമയം നമുക്ക് വേണ്ടിയും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും, ഇതാ നമുക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. മനസ്സിലായല്ലോ? പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലാസ്റ്റ് സമയം നമ്മൾ ഒരുപാട് വേറെ എന്താണ് പഠിച്ചുകൊണ്ട് തന്നെ 24 മണിക്കൂറും പഠിക്കാതിരിക്കുക. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, വേറെ എന്തെങ്കിലുമായിട്ട് ഹോബീസ്, ഗാർഡനിങ്, അങ്ങനെയൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് 24 മണിക്കൂറും വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടല്ല. നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. അല്ലാതെ 24 മണിക്കൂറും നമ്മൾ നേരത്തെയൊക്കെ പഠിച്ച പോലെ രാത്രിയും പകലും ഒന്നുമില്ലാതെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. മനസ്സിലായല്ലോ? ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങുക. ഒരു 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. എങ്കിലേ നമ്മുടെ തലച്ചോറിനി ഉണർന്ന് പ്രവർത്തിക്കത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ പരീക്ഷയുടെ തലേദിവസം വരെ 24 മണിക്കൂറും ഉറക്കമില്ലാതെ പഠിച്ച് ആ സമയത്ത് എന്താണ് ഒരുപാട് നമുക്ക് അസുഖങ്ങളുണ്ടാവും. ചിലപ്പോൾ ബ്ലഡ് പ്രഷർ കൂടാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുക. ഞങ്ങളുടെ പരീക്ഷയുടെയൊക്കെ നമ്മൾ ലിസ്റ്റിൽ വരുന്ന പരീക്ഷയുടെയൊക്കെ സമയത്തെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് സമയമൊന്നും ലാസ്റ്റ് സമയമൊന്നും ഞാൻ ഉറങ്ങാനൊന്നും ഇരുന്നിട്ടില്ല. നമ്മൾ ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തു. അതേപോലെ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരുപാട് നേരം ഞാൻ പഠിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എന്താണ് അങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. അല്ലാതെ 24 മണിക്കൂർ ഇനി പഠിക്കുക എന്നുള്ളൊരിത് കുറച്ച് മാറ്റി വയ്ക്കാനായിട്ടല്ല. നമ്മൾ ഏത് സമയവും നമ്മുടെ മനസ്സിലത് വേണം എന്ന് വെച്ച് ഒരുപാട് നേരവും നമ്മൾ അത് വെച്ച് ഉറങ്ങാതെ ഒന്നും ഇരിക്കരുത്. നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് നമുക്ക് അവസാനം വേറെ എന്തെങ്കിലുമൊക്കെ അസുഖം വരും. അപ്പോൾ നമ്മൾ ഇതൊന്നുമല്ല ജീവിതം ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറം ഒക്കെ ജീവിതമുണ്ട് എന്ന് തന്നെ കരുതുക. ഇത് ഒന്നിൻ്റെയും തുടക്കവും അല്ല, ഒന്നിൻ്റെയും അവസാനവും അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ വിചാരിക്കുക. അപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചാൽ തന്നെ നമുക്ക് കുറച്ച് മൈൻഡ് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് മനസ്സിലായല്ലോ? പിന്നെ ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ എനിക്കതിന് ശാസ്ത്രീയമായ വശങ്ങളൊന്നും അറിയത്തില്ല. പറ്റുന്നവർക്ക് ഒരു 5-10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക. എന്നിട്ട് നമ്മൾ നോക്കുക നമ്മൾ എന്തൊക്കെ വിഷയങ്ങളാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചത് പഠിക്കാത്തത്, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.
പിന്നെന്താണ് ഹാൻഡ് നോട്ട് വായിക്കുക. നമ്മൾ റഫായിട്ടല്ല, നമ്മൾ എഴുതിയ ചെറിയ ചെറിയ നോട്ട്സ് ഉണ്ടല്ലോ, അത് വായിക്കാൻ ശ്രമിക്കുക. പിന്നെ PYQ കൂടുതൽ ചെയ്യാതിരിക്കുക. മറ്റേ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഞാൻ ഓപ്ഷണലാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. സ്വീകരിക്കാതിരിക്കാം കേട്ടോ. ചിലർക്ക് നമ്മൾ പറയുന്ന ചിലർക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. പിന്നെ എന്താണ്, നമ്മളെ തന്നെ വിശ്വസിക്കുക. നമുക്ക് ആദ്യം ഫസ്റ്റ് ആരെയാണ് വിശ്വാസം വേണ്ടത്? നമുക്ക് നമ്മളെ തന്നെയല്ലേ വിശ്വാസം വേണ്ടത്. നമുക്ക് വേറെ ഒരാളെയും നമുക്ക് നമ്മളെപ്പോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല. വേറെ ആരാണെങ്കിലും നമുക്ക് നമ്മളെയാണ് വിശ്വാസം വേണ്ടത്. അപ്പോൾ ആരാണെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മളിലുള്ള വിശ്വാസം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് വേറൊരാളുള്ള വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നേടിയെടുക്കാം എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, പാട്ട് കേൾക്കുക, ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക. 24 മണിക്കൂറും ചെയ്യാനായിട്ടല്ല, പഠിച്ചു കഴിഞ്ഞുള്ള സമയങ്ങളിൽ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതെല്ലാം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ സമയമൊക്കെ നമുക്ക് എന്താണ് ഇഷ്ടമുള്ളതുപോലെ നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലുള്ള ടിപ്സുമായിട്ട് കൂടുതൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വരും. അപ്പം ഞാൻ നേരത്തെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പറ്റുന്നവർക്ക്, ഉപയോഗപ്പെടുന്നവർക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ നോക്കി കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനി ദിവസം ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.